എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ വെറും 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈസ്റ്റും ബേക്കിംഗ് സോഡയും മൈദയും ഒന്നും ചേർക്കാതെ റവ കൊണ്ട് മിനി പിസ്സ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചിലർക്ക് ഈ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും പറ്റില്ല അവരുടെ ശരീരത്തിന്. അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ നമ്മളിതിൽ ചപ്പാത്തിക്കോലോ പലകയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നത്. ആ ഒരു എളുപ്പ വഴിയും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് ആയിട്ട് നമുക്ക് ചെറിയൊരു ജാർ എടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വറുത്ത റവയാണ്. റോസ്റ്റഡ് റവ മേടിച്ചതാണ്. അതങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണത്. 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് കേട്ടോ. 1 ടീസ്പൂൺ വടിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് നമുക്കൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ അത് ഒന്നിച്ച് തന്നെ ചേർത്ത് മിക്സ് ആക്കുക കേട്ടോ. മിക്സിയിലിട്ട് ഡ്രൈ ആയിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഈവണായിട്ട് ആ കടലമാവും ഉപ്പൊക്കെ ഒന്ന് മിക്സായി വന്നോളും. അപ്പോൾ അത് നല്ലോണം നൈസാക്കിയിട്ട് ഞാൻ ഒരു വട്ടം അടിച്ചിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നൈസായിട്ട് തന്നെ അടിച്ചെടുക്കണം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 2 ടീസ്പൂണിലൊക്കെ ഇരിക്കുന്നത് നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. അതുപോലെ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒരു മീഡിയം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് എന്തിനാണ് ഒഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു നമ്മൾ ഈസ്റ്റ് ഇട്ടതിൻ്റെ ആ ഒരു ഫ്ലേവർ, പിസ്സയുടെ ഒരു ഫ്ലേവർ ഒരു വേറെ തന്നെയാണല്ലോ. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സാധാരണ വെള്ളം അത് 1 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ നല്ലോണം സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഇതുപോലെ തന്നെ തീരെ കട്ടിയില്ലാത്ത രീതിയിൽ ഇത്തിരി നല്ല ലൂസായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് റവയല്ലേ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. ഒരു 10 മിനിറ്റ് സെറ്റ് ആവാനും വെക്കണം. അപ്പോൾ ഇത് കണ്ട 1/4 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ മോരിൻ്റെ കൂടാതെ തൈരൊഴികെ ആവശ്യം വന്നത് ഇത്രയാണ്. അപ്പോൾ അതൊന്ന് അടച്ച് 10 മിനിറ്റ് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വീർത്തും കൂടെ വരും. അങ്ങനെ കുഴപ്പമില്ലാത്തവർക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കേട്ടോ, അപ്പകാരം എന്ന് പറയും, അത് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തൈരിൻ്റെ ഒപ്പം ചേർത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതില്ലാതെ നമുക്ക് ഇന്ന് കാണിക്കാം. അപ്പോൾ അതേ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും അത് നല്ല സ്റ്റിക്കിയായി ഒന്നുകൂടി വലിവൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്ട്രെച്ചബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ ഒന്നുകൂടി നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകൾ, മിനി പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കിത് വലിയ പിസ്സയായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഒറ്റ ട്രിപ്പ് വലുതാക്കിയിട്ടൊന്ന് പരത്തിയാൽ മതി. സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ മിനി പിസ്സ ഒന്ന് ചപ്പാത്തി പോലൊന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയിൽ പിസ്സ എങ്ങനെ അതിൻ്റെ ഷേപ്പ് സൈഡിലൊരു ഉണ്ടായിട്ടില്ല, അതുപോലെ നമുക്ക് എങ്ങനെയാണ് പരത്താമെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ്, ഇപ്പോൾ ഞാൻ 6 ബോൾസാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടയാക്കിയിട്ടൊന്ന് പരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് പൊടി തട്ടി കൊടുക്കുക. ആട്ടമാവാണ് ഞാൻ ഇട്ട് കൊടുത്തത്, ഗോതമ്പ് പൊടി. അപ്പോൾ അത് നമ്മളിപ്പോൾ അതിൽ തന്നെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊടി നന്നായിട്ടൊന്ന് അടിയിൽ പരത്തി കൊടുക്കുക. ഇതുപോലത്തെ ഒരു കുണ്ടൻ തവി എടുത്തിട്ട് അതിൻ്റെ പിന്നിൽ നെയ്യ് പരറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് നെയ്യൊന്ന് സ്റ്റിക്ക് ആവാതിരിക്കാനായിട്ടാണ്. ഇതുപോലെ ഉണ്ടച്ച് തന്നെ ഇരിക്കട്ടെ. ഇതുപോലത്തെ തവി തന്നെ എടുക്കുക എന്ന് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ഒരു ഷേപ്പ് നമുക്ക് ശരിക്ക് കിട്ടുക, നമുക്ക് ഹോൾഡായി കിട്ടും. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിസ്സയുടെ ഷേപ്പാണ്. പിസ്സ സൈഡിൽ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നൈസായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം കേട്ടോ. അപ്പോൾ വല്ലാണ്ട് നൈസാക്കണ്ട, ഇത്തിരി കട്ടി, വല്ലാണ്ട് കനവും പാടില്ല കേട്ടോ. പിസ്സയുടെ ഒരു കനം നമുക്കറിയാമല്ലോ, ആ ഒരു ഷേപ്പിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ വല്ലാണ്ട് ബലം പ്രയോഗിക്കരുത് കേട്ടോ. ഈ മാവ് പരത്തുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് പിസ്സയുടെ ഒക്കെ നമ്മൾ പരത്തുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. സാധാരണ മൈദ വെച്ചായാലും ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. പറ്റ ഭാഗം എത്രയും ഉണ്ടച്ച് നിൽക്കണം അത്രയും മാത്രം ഉണ്ടപ്പോൾ മതി. വല്ലാണ്ട് ഉണ്ടാക്കിയാൽ നിൽക്കണ്ട കേട്ടോ, കാരണം ഇത് വേവില്ല, നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് എല്ലാം. ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുക്കിലെല്ലാം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നിറയെ ഹോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എയർ നന്നായിട്ട് കയറി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. പിന്നെ നമ്മളിരുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരാനായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആവിയൊക്കെ ഒന്ന് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഓവൻ സെറ്റപ്പിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, കേക്കൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ പാനിലായതുകൊണ്ട് ആദ്യം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ പുറം ഭാഗം ഒന്ന് മറിച്ചിട്ട് ഒരു സൈഡ് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാനിതാ ആ മുകൾ ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ അടിഭാഗം ഇപ്പം നമ്മൾ വേവിക്കില്ല കേട്ടോ. ഒരു സൈഡ് മാത്രം ഇതുപോലെ മറിച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആവിയൊക്കെ തട്ടി ഒന്ന് വെന്ത് വരിക. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി അതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്യുക. പാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണത് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട്. തിരിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്ര മതി കേട്ടോ വേവ്.
ഇനി നമുക്ക് ഇത് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മറിച്ചിടാം. തിരിച്ചിടുക കേട്ടോ. അതിൻ്റെ അടിഭാഗമാണ് ആ മുകളിൽ കാണുന്നത്. അത് അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ആ വെന്ത ഭാഗത്താണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇപ്പം ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇനി രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ബാക്കിയുള്ളത് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതേ ഇപ്പോൾ തന്നെ നമ്മളിത് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിലാണ്, നമ്മളിവിടെ പിസ്സ സോസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരം ആണ് ഈസി ആയിട്ട് എങ്ങനെ പിസ്സയുടെ ടേസ്റ്റ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൊസറല്ല ചീസാണ് എടുത്ത് ഷ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സ്വീറ്റ് കോണാണ് കേട്ടോ, ഞാൻ അത് വേവിച്ചത് സ്വീറ്റ് കോണാണ് ഇട്ട് കൊടുക്കണത്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ ചുവപ്പും പച്ചയും ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഒലിവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 വീതം വെച്ച് കൊടുത്തു. പിന്നെ ഇതിൽ ഒഴിവാക്കാനാവാത്തത് ഒറിഗാനോ. നമ്മൾ പിസ്സ സോസ് അല്ലല്ലോ വെച്ചേക്കണത്, അപ്പോൾ പിസ്സയുടെ ഒരു ടേസ്റ്റിന് ഒറിഗാനോ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ഒറിഗാനോ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് പിസ്സയുടെ ഒരു ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് തന്നെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എല്ലാത്തിൻ്റെയും മുകളിൽ. പിന്നെ കുറച്ച് എരിവിനായിട്ട് തിരിച്ചൊടിക്കായിട്ട് കുത്തി പൊടിച്ച മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പാനിലേക്ക് ഞാൻ അവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കണം. ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ആ വേവാത്ത ഭാഗമാണ് നമ്മുടെ അടിയിലേക്ക് വെച്ചിട്ടുള്ളതല്ലോ. അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ അവിടെ മൂടിക്ക് ഹോളുണ്ട്. അങ്ങനെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോയിൽ വെച്ചിട്ട് ഞാൻ അപ്പോൾ അടച്ച പോലെ തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്, ആവിയൊക്കെ തട്ടിയിട്ട് വേണം ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മിനി പിസ്സകൾ റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ പൊളിച്ച് കാണിച്ചു തരാം. വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറിഗാനോ ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും ഇതിന്. ടേസ്റ്റി ആയിട്ടുള്ള മിനി പിസ്സകൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.